നമസ്കാരം. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ശ്രവണം. അതായത് നമ്മൾ ഇഷ്ടമുള്ള ഒരു മന്ത്രം തുടർച്ചയായി കേൾക്കുക. അതൊരു കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. രാവിലെ 6 മണി മുതൽ 6:15 വരെ ഇഷ്ടപ്പെട്ട ഒരു മന്ത്രം കേൾക്കുക. യൂട്യൂബ് ചാനലിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, മണിക്കൂറുകളോളം ഉള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ടാലും മതി. അല്ലെങ്കിൽ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ആ റെക്കോർഡ് ചെയ്ത് വെച്ചത് നമ്മൾ കണ്ണടച്ച് ഇരുന്ന് കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ ഒരു 4-5 ആദ്യ ഘട്ടത്തിൽ ഒരു 4-5 പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സ് അതിലല്ലല്ലോ ഉള്ളത്, കേൾക്കുന്നില്ലല്ലോ എന്ന്. അപ്പോഴും മനസ്സിന് തിരിച്ച് ആദ്യം അങ്ങോട്ട് കൊണ്ടുവരാം. ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മുടെ ഒരു 108 പ്രാവശ്യമാണെങ്കിൽ അത്രയും പ്രാവശ്യം നമ്മുടെ മനസ്സ് അത് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്ന രീതിയിലേക്ക് വരും, ഏകാഗ്രത കിട്ടും. ഇത് 100% ഗ്യാരൻറ്റീഡാണ്. പക്ഷേ അത് നമ്മൾ ചെയ്യണം. രാവിലെ 6 മണിക്ക് എണീച്ച് ഒരു 1/4 മണിക്കൂർ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ മന്ത്രം കേൾക്കുന്നു. ഉറപ്പായിട്ടും ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം നമ്മൾക്കൊരു 4-5 കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വ്യതിചലിച്ചിട്ടുണ്ടാവും. അതുപോലെയാണ് നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പല ആവർത്തി ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് 4 വരിയെ അത് ഓർമ്മയുണ്ടാവുള്ളൂ. കാരണം പിന്നീട് കേൾക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിന് ഏകാഗ്രത ഇല്ലാതെ കേൾക്കുന്നതാണ്. അപ്പോൾ സ്ഥിരമായി നമ്മൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ 100% ഉറപ്പാണ് നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് ഏകാഗ്രമാക്കി സ്ട്രെസ്സില്ലാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇതാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സ് കൺട്രോൾ ചെയ്യുന്നതോടും നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധത്തോട് അടുക്കുക ചെയ്യുന്നു ഓരോ ദിവസം കഴിയുന്തോറും. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ മനസ്സമാധാനമില്ലാത്തവരും ഇനി സമാധാനമുള്ളവർക്കും ചെയ്യാം. കുറച്ച് സമയം അതുപോലെ നമ്മുടെ മക്കളെയും കൂടി ആ കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ അവർക്കും നല്ല ഏകാഗ്ര മനസ്സാക്കാൻ സാധിക്കുമെന്ന കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു.